ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തെ അന്ധമായി വിശ്വസിക്കുന്നവരോട് ജീവികളുടെ പരിണാമത്തെ സാധൂകരിക്കാൻ ഇന്നും നിങ്ങൾ ഡാർവിന്റെ തിയറി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. മനുഷ്യൻ എങ്ങനെ ഉണ്ടായി എന്നുള്ള ചോദ്യത്തിനോളം പഴക്കമുണ്ട് പല ശാസ്ത്രജ്ഞർ പല കാലങ്ങളിലായി അവതരിപ്പിച്ച ഇവല്യൂഷൻ തിയറികൾക്ക്. തങ്ങളുടെ ഭാവനയിൽ നിന്നും യാതൊരു പരീക്ഷണങ്ങളുടെയോ നിരീക്ഷണങ്ങളുടെയോ പിൻബലമില്ലാതെ മനുഷ്യരുടെയും ജീവജാലങ്ങളുടെയും ഉത്ഭവത്തിനെ കുറിച്ച് സംസാരിച്ച പ്രാചീന തത്വചിന്തകരെ പുരാതന ഗ്രീസിൽ നിന്ന് തുടങ്ങി നമുക്ക് കാണാം. ആദിമ മനുഷ്യരുടെ ഉത്ഭവം കടലിലെ ജീവികളിൽ നിന്നുമാണെന്ന് ആദ്യമായി വാദിച്ചത് അനാക്സിമാൻഡർ എന്ന പുരാതന ഗ്രീക്ക് തത്വചിന്തകനാണ്. എംപെഡോക്ലസ് എന്ന മറ്റൊരു ഫിലോസഫറിന്റെ വാദം അല്പം തമാശയായിരുന്നു. ഭൂമിയിൽ നിന്നും മുളച്ചു വന്ന കൈകളും തലകളും കാലുകളും എല്ലാം ചേർന്ന് പല ജീവികൾ ഉണ്ടായി എന്നും അവയിൽ പലതും ഭീകര സത്വങ്ങളായിരുന്നു എന്നും പിന്നീട് കൃത്യമായി കൂടിച്ചേർന്ന ജീവികൾ മനുഷ്യനായും ഇന്ന് നമ്മൾ കാണുന്ന പല ജീവികളായും മാറിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. തുടർന്ന് പ്ലാറ്റോയും അരിസ്റ്റോട്ടിൽ അടക്കമുള്ള പല ചിന്തകരും മനുഷ്യൻ എങ്ങനെ ഉണ്ടായി എന്നതിനെ കുറിച്ച് പല പ്രസ്താവനകളും നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇവയൊന്നും തന്നെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു അടിത്തറയുള്ള വാദങ്ങളായിരുന്നില്ല. അതുമാത്രമല്ല, ഇതെല്ലാം ചെന്നെത്തുന്നത് ഇതിനെല്ലാം പിന്നിൽ അതിശക്തനായ ഒരു സൃഷ്ടാവുണ്ടെന്നുള്ളൊരു കോൺസെപ്റ്റിലേക്കായിരുന്നു. തുടർന്ന് ആധുനിക ശാസ്ത്രത്തിൽ ജീവികളുടെയും മനുഷ്യന്റെയും എല്ലാം ഉത്ഭവത്തെക്കുറിച്ച് ആദ്യമായി പറയുന്നത് ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക് എന്ന ശാസ്ത്രജ്ഞനാണ്. 1809 അദ്ദേഹം എഴുതിയ ഫിലോസഫി സുവോളജിക് എന്ന പുസ്തകത്തിലാണ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ട്രൈറ്റ്സ് എന്ന അദ്ദേഹത്തിന്റെ തിയറി ആദ്യമായി അവതരിപ്പിക്കപ്പെടുന്നത്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വിശദീകരണമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ, ഒരു ജീവി കാലാകാലങ്ങളായി അതിന്റെ ഏതെങ്കിലും ഒരു അവയവം ഉപയോഗിക്കാതിരുന്നാൽ അത് ക്ഷയിച്ച് ഇല്ലാതാവുമെന്നും, അതേസമയം ഒരു പർട്ടിക്കുലർ ഓർഗൻ കൂടുതലായി ഉപയോഗിച്ചാൽ അവയുടെ ശേഷിക്കും അതിന്റെ സ്ട്രക്ചറിനും മോഡിഫിക്കേഷൻസ് വരുമെന്നും ഇത്തരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ അടുത്ത തലമുറയിലേക്കും കൈമാറ്റം ചെയ്യപ്പെടുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ തിയറി. ഇതിന് അദ്ദേഹം നൽകിയ ഉദാഹരണങ്ങളും രസകരമായിരുന്നു. ജിറാഫുകളുടെ കഴുത്തിന്റെ നീളത്തിന് കാരണം ഉയരത്തിലുള്ള മരങ്ങളുടെ ഇലകൾ തിന്നാൻ ശ്രമിച്ചതായിരിക്കാം എന്ന് അദ്ദേഹം വാദിച്ചു. അതുമാത്രമല്ല, മാളങ്ങളിൽ ജീവിച്ചിരുന്ന റെപ്റ്റൈൽസ് ആയിട്ടുള്ള പല്ലികൾക്കും ഓന്തിനുമെല്ലാം തങ്ങളുടെ കൈകാലുകൾ ആവശ്യമില്ലാതെ വന്നപ്പോൾ അത് ക്ഷയിച്ചില്ലാതായതാണെന്നും അങ്ങനെയാണ് പാമ്പുകൾ ഉണ്ടായതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ലാമാർക്കിന്റെ കണ്ടെത്തലുകൾക്കും തിയറികൾക്കും പക്ഷേ ശാസ്ത്രീയമായിട്ടുള്ള യാതൊരു അടിസ്ഥാനവും ഉണ്ടായിരുന്നില്ല. വ്യത്യസ്തരായ ജീവികൾ തമ്മിലുള്ള സാദൃശ്യം കണക്കിലെടുത്ത് അവ തമ്മിലുണ്ടാവാൻ സാധ്യതയുള്ള ബന്ധങ്ങളെ ഊഹിക്കുക മാത്രമാണ് അന്ന് അദ്ദേഹം ചെയ്തത്. സയന്റിഫിക്കലി പ്രൂവൺ അല്ലാത്ത, കൃത്യമായിട്ടുള്ള യാതൊരു തെളിവുമില്ലാത്ത അദ്ദേഹത്തിന്റെ ആശയങ്ങളെ ശാസ്ത്രലോകം അധികം വൈകാതെ തന്നെ തള്ളിക്കളഞ്ഞിരുന്നു. എന്നാൽ അഗസ്റ്റ് വെസ്റ്റ്മാൻ എന്ന ശാസ്ത്രജ്ഞന്റെ പരീക്ഷണങ്ങളിൽ നിന്നാണ് ലാമാർക്കിന്റെ കണ്ടെത്തലുകൾ തെറ്റാണെന്ന് പൂർണ്ണമായും തെളിഞ്ഞത്. താൻ വളർത്തിയിരുന്ന വാൽ മുറിച്ചു കളഞ്ഞ എലികൾക്ക് വാലില്ലാത്ത കുഞ്ഞുങ്ങൾ ഉണ്ടാകുമോ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പരീക്ഷണം. അദ്ദേഹം പ്രതീക്ഷിച്ചതുപോലെ തന്നെ വാലില്ലാത്ത ഒരു കുഞ്ഞു പോലും വാൽ മുറിച്ചു കളഞ്ഞ എലികൾക്ക് തലമുറകൾ കഴിഞ്ഞിട്ടും ഉണ്ടായില്ല. ഒരു സൊമാറ്റിക് സെല്ലിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടില്ല എന്നുള്ള ആശയം ആദ്യമായി അവതരിപ്പിക്കുന്നത് അഗസ്റ്റ് വെസ്റ്റ്മാൻ ആണ്. അതായത്, പ്രത്യുൽപാദന കോശങ്ങളിലൂടെയാണ് ഓരോ ജീവിക്കും ഉണ്ടാകുന്ന മാറ്റങ്ങൾ അടുത്ത തലമുറയിലേക്ക് കൈമാറുക എന്ന് അദ്ദേഹം കണ്ടെത്തി. പിന്നീട് ജേംപ്ലാസം തിയറി എന്നറിയപ്പെട്ട ഈ കണ്ടെത്തൽ ജനിതക ശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തലുകളിൽ ഒന്നായി അറിയപ്പെട്ടു. അഗസ്റ്റ് വെസ്റ്റ്മാൻ ജേംപ്ലാസം തിയറി അവതരിപ്പിക്കുന്നതിനും ഒരുപാട് മുമ്പാണ് ചാൾസ് ഡാർവിൻ തന്റെ തിയറി ഓഫ് ഇവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ അവതരിപ്പിക്കുന്നത്. തന്റെ പിതാവിന്റെ നിർദ്ദേശപ്രകാരം മെഡിസിൻ പഠിക്കാനായി 1825 എഡിൻബർഗ് യൂണിവേഴ്സിറ്റിയിൽ ചേർന്നെങ്കിലും സർജറികൾ നേരിട്ട് കാണാനുള്ള പേടി കാരണം അദ്ദേഹം ആ പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചു. 1828 കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ വൈദിക പഠനത്തിന് ചേർന്ന ഡാർവിൻ അതിനിടയിലാണ് പ്രകൃതി ശാസ്ത്രജ്ഞരായ ജോൺ സ്റ്റീവൻസ് ഹെൻസ്ലോ, ആഡം സെഡ്ജ്വിക് എന്നിവരെ പരിചയപ്പെടുന്നത്. അങ്ങനെയാണ് ബോട്ടണിയിലും ജിയോഗ്രഫിയിലും പ്രകൃതി പഠനത്തിലും അദ്ദേഹത്തിന് വലിയ താല്പര്യം വളർന്നതും. പ്രകൃതി പഠനത്തിൽ ഡാർവിന്റെ പ്രത്യേക താല്പര്യവും കഴിവും ക്യൂരിയോസിറ്റിയും എല്ലാം കണ്ടെത്തിയ ജോൺ ഹെൻസ്ലോ ആണ് 5 വർഷത്തെ ഒരു കപ്പൽ പര്യടനത്തിലേക്ക് ഡാർവിനെ പറഞ്ഞയക്കുന്നത്. HMS ബീഗിൾ എന്ന ആ കപ്പലിൽ അദ്ദേഹം നടത്തിയ 5 വർഷത്തെ യാത്രയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തെയും ലോകത്തെ മുഴുവനായും മാറ്റിമറിച്ചത്. ചാൾസ് ഡാർവിന്റെ HMS ബീഗിളിലുള്ള യാത്ര 1831 ഇംഗ്ലണ്ടിലെ പ്ലിമൗത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. തുടർന്ന് അവർ കാനറി ദ്വീപുകൾ, കേപ്പ് വെർദെ ദ്വീപുകൾ എന്നിവ സന്ദർശിച്ച് തെക്കേ അമേരിക്കയിലേക്ക് തിരിക്കുകയും അവിടെ ബ്രസീൽ, ഉറുഗ്വേ, അർജന്റീന, ചിലി, പെറു തുടങ്ങിയ
തീരങ്ങൾ സർവേ ചെയ്യുകയും ചെയ്തു. അതിനുശേഷമാണ് ഗാലപ്പഗോസ് ദ്വീപുകളിലും തുടർന്ന് തഹിതി, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലും യാത്രയുടെ അവസാന ഘട്ടത്തിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ കീലിംഗ് ഐലൻഡ്സ്, മൗറീഷ്യസ്, കേപ്പ് ടൗൺ എന്നിവ വഴി സെയിന്റ് ഹെലേന ദ്വീപിലും അസെൻഷൻ ദ്വീപിലും അദ്ദേഹം പഠനങ്ങൾ നടത്തുന്നത്. തുടർന്ന് ബ്രസീലിലേക്ക് മടങ്ങിയ അദ്ദേഹം അസോറസ് വഴി 1836 ഇംഗ്ലണ്ടിൽ തന്നെ ഫാൽമൗത്തിൽ യാത്ര അവസാനിപ്പിച്ചു. ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതും നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളതും ഗാലപ്പഗോസ് ദ്വീപ് സമൂഹത്തിലുള്ള അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങളും അവിടുത്തെ കണ്ടെത്തലുകളുമാണ്. ഗാലപ്പഗോസ് ദ്വീപ് സമൂഹത്തിലെ ഓരോ ഐലൻഡിലെയും ഫിഞ്ച് പക്ഷികൾക്ക് വ്യത്യസ്ത ആകൃതിയിലുള്ള കൊക്കുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ കൊക്കുകൾക്ക് അവയുടെ ഭക്ഷണശീലവുമായി അത്യധികം ബന്ധമുണ്ടായിരുന്നു. ഓരോ ദ്വീപുകളിലും ഏറ്റവും സുലഭമായി ലഭ്യമായിരുന്ന ഭക്ഷണങ്ങൾക്കനുസരിച്ചായിരുന്നു അവയുടെ കൊക്കിന്റെ ആകൃതി. ആ ദ്വീപ് സമൂഹത്തിലെ 4 ദ്വീപുകളിൽ നിന്നായി ഏകദേശം 14ഓളം വ്യത്യസ്ത തരം ഫിഞ്ചുകളെ അദ്ദേഹം കണ്ടെത്തി. ചില ദ്വീപുകളിലുള്ള പക്ഷികളിൽ അവയുടെ കൊക്ക് രൂപപ്പെട്ടിരുന്നത് കട്ടിയുള്ള വിത്തുകൾ പൊട്ടിക്കാൻ കഴിയുന്ന രീതിയിലാണെങ്കിൽ മറ്റു ചില ദ്വീപുകളിൽ ചെറിയ പ്രാണികളെയും കീടങ്ങളെയും എല്ലാം പിടിക്കാൻ കഴിയുന്ന രീതിയിലായിരുന്നു. വേറെ ചില ദ്വീപുകളിലാവട്ടെ പൂക്കളിൽ നിന്നും ഭക്ഷണം സ്വീകരിക്കാൻ പാകത്തിനായിരുന്നു കൊക്കുകൾ രൂപപ്പെട്ടിരുന്നത്. ദ്വീപുകളിലെ ഭീമന്മാരായിട്ടുള്ള ആമകളിലും ഇതേ വ്യത്യാസം അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. ഈ ആമകളുടെ ഷെല്ലിന്റെ ആകൃതിയിലുള്ള വ്യത്യാസം അവയുടെ ഭക്ഷണ രീതിയും അവ ജീവിച്ചിരുന്ന ആവാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടതാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഡാർവിന്റെ നിരീക്ഷണങ്ങൾ പിന്നീട് ശാസ്ത്രലോകത്ത് വലിയ സിദ്ധാന്തങ്ങളായി രൂപപ്പെടുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. 1836 ഇംഗ്ലണ്ടിൽ തിരിച്ചെത്തിയ അദ്ദേഹം അടുത്ത 20 വർഷത്തോളം തന്റെ എല്ലാ നിരീക്ഷണങ്ങളും പരിശോധിക്കുകയും അതിനെപ്പറ്റി വിശദമായി പഠിക്കുകയും ചെയ്തു. അങ്ങനെ 1859 ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന അദ്ദേഹത്തിന്റെ പ്രശസ്തമായ പുസ്തകം അദ്ദേഹം പബ്ലിഷ് ചെയ്യുന്നത്. ഈ പുസ്തകത്തിലെ ഒട്ടുമിക്ക എല്ലാ പോയിന്റുകളും അന്നത്തെ കാലത്ത് മത ദൈവവിശ്വാസങ്ങൾക്ക് എതിരായിരുന്നു. നിലവിൽ ഭൂമിയിൽ നിലനിൽക്കുന്ന ജീവികൾ ഒന്നും തന്നെ ഇവിടെ സ്ഥിരമായി ഉണ്ടായിരുന്നില്ല എന്നും ഇപ്പോൾ ഇവിടെയുള്ള ജീവികളെല്ലാം ഇവിടെ സ്ഥിരമായി നിലനിൽക്കുകയില്ല എന്നുള്ള ആശയം ആദ്യമായി അവതരിപ്പിക്കുന്നത് ഡാർവിനാണ്. എല്ലാ ജീവികൾക്കും ഒരു പൊതു പൂർവികനുണ്ട്, അല്ലെങ്കിൽ ഒരു കോമൺ ആൻസസ്റ്റർ ഉണ്ടെന്നുള്ള അദ്ദേഹത്തിന്റെ സിദ്ധാന്തമാണ് ഏറ്റവും കോൺട്രവേഴ്സി സൃഷ്ടിച്ചത്. ഇതുകൂടാതെ പരിണാമം എന്ന ആശയത്തിന്റെ അടിസ്ഥാനം ഒരേ ജീവിവർഗത്തിൽ തന്നെ വ്യത്യസ്ത അംഗങ്ങൾക്കുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് എന്ന് അദ്ദേഹം വാദിച്ചു. പരിമിതമായ ഭക്ഷണവും വെള്ളവും മാത്രമുള്ള ഒരു ഇക്കോസിസ്റ്റത്തിലേക്ക് ഉൾക്കൊള്ളാൻ ആവുന്നതിലധികം ജീവികൾ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ അവയിൽ ആ ഇക്കോസിസ്റ്റവുമായി ഏറ്റവും പൊരുത്തപ്പെടുന്ന ജീവികൾ മാത്രം നിലനിൽക്കുമെന്നുള്ള ഒരു ആശയത്തെയാണ് നാച്ചുറൽ സെലക്ഷൻ എന്ന് അദ്ദേഹം വിളിച്ചത്. ഇത്തരത്തിൽ ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ശേഖരിക്കപ്പെടുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ തലമുറകളിലൂടെ കൈമാറി പുതിയ സ്പീഷീസുകൾ രൂപപ്പെടുന്നതിനെ അദ്ദേഹം സ്പീസിയേഷൻ എന്ന് വിളിച്ചു. ഒറിജിൻ ഓഫ് സ്പീഷീസിൽ പക്ഷേ ഡാർവിൻ മനുഷ്യന്റെ പരിണാമത്തെക്കുറിച്ച് വിശദമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. മനുഷ്യനും കുരങ്ങനും ഒരു പൊതുപൂർവികനിലൂടെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത് 1871 പ്രസിദ്ധീകരിച്ച ഡിസെന്റ് ഓഫ് മാൻ എന്ന പുസ്തകത്തിലൂടെയാണ്. ഒന്നുകൂടി പറയാം, മനുഷ്യൻ കുരങ്ങിൽ നിന്ന് നേരിട്ട് ഉണ്ടായതല്ല, മറിച്ച് മനുഷ്യനും ഇന്നത്തെ കുരങ്ങുകൾക്കും ഒരു പൊതുപൂർവികൻ ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം തന്റെ പുസ്തകത്തിൽ പറഞ്ഞത്. ഈ 2 പുസ്തകങ്ങളിലും ഡാർവിൻ വിശദീകരിച്ച കാര്യങ്ങളെല്ലാം തന്നെ അന്നത്തെ മതനേതാക്കളുടെ, പ്രത്യേകിച്ച് ക്രൈസ്തവ സഭയുടെ ശക്തമായ വിമർശനത്തിന് വിധേയമായി. എല്ലാ ജീവികളും ദൈവത്തിന്റെ പ്രത്യേകമായിട്ടുള്ള സൃഷ്ടികളാണെന്നും ഓരോ ജീവിവർഗവും മാറ്റമില്ലാതെ എന്നും നിലനിൽക്കുന്നുവെന്നും മനുഷ്യൻ ദൈവത്തിന്റെ ഒരു സ്പെഷ്യൽ ക്രിയേഷൻ ആണെന്നുമുള്ള അടിസ്ഥാന തത്വങ്ങൾ പൂർണ്ണമായും പിന്തള്ളുന്നതായിരുന്നു ഡാർവിന്റെ കണ്ടെത്തലുകൾ. പിന്നീട് 1860 അതായത് ഒറിജിൻ ഓഫ് സ്പീഷീസ് പ്രസിദ്ധീകരിച്ചതിന് ഏകദേശം 1 വർഷത്തിന് ശേഷം ഡാർവിന്റെ സുഹൃത്തും സപ്പോർട്ടറുമായ തോമസ് ഹെൻറി ഹെക്സ്ലിയും ബിഷപ്പ് സാമുവൽ വിൽബർഫോഴ്സും തമ്മിൽ നടന്ന ഒരു സംവാദം വളരെ പ്രശസ്തമാണ്. ബിഷപ്പ് വിൽബർഫോഴ്സ് ഹക്സ്ലിയോട് ചോദിച്ചത് താങ്കൾക്ക് കുരങ്ങനുമായി ബന്ധമുള്ളത് മുത്തച്ഛൻ വഴിയാണോ മുത്തശ്ശി വഴിയാണോ എന്നായിരുന്നു. ഇതിന് ഹക്സ്ലി കൊടുത്ത മറുപടിയും ചരിത്രപ്രസിദ്ധമാണ്. സത്യം നിഷേധിക്കുന്ന ഒരാളുടെ പിൻഗാമിയാകുന്നതിനേക്കാൾ കുരങ്ങിന്റെ പിൻഗാമിയാകാനാണ് താൻ ഇഷ്ടപ്പെടുക എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അന്ന് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഈ സംഭവം ഡാർവിന്റെ സിദ്ധാന്തത്തിന് പൊതുജന ശ്രദ്ധ നേടിക്കൊടുത്തു. ക്രൈസ്തവ സഭയിൽ നിന്ന് മാത്രമല്ല ഡാർവിന് വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നത്. ശാസ്ത്രലോകത്തു നിന്നും വളരെ ന്യായമായ സംശയങ്ങൾ ഡാർവിന്റെ കണ്ടെത്തലുകൾക്കെതിരെ ഉണ്ടായിരുന്നു. അവയിൽ പ്രധാനമായിട്ടും വന്നത് പാരമ്പര്യ ഗുണങ്ങൾ എങ്ങനെ കൈമാറുന്നു എന്നുള്ളതായിരുന്നു. ഇതിന് കൃത്യമായിട്ട് എന്നല്ല, ശാസ്ത്രീയമായി കണക്കാക്കാൻ കഴിയുന്ന യാതൊരു തരത്തിലുള്ള ഉത്തരവും പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹം അന്നത് വിശദീകരിക്കുന്നത് പാൻജനസിസ് എന്നൊരു ആശയത്തിലൂടെയാണ്.
ശരീരത്തിലെ എല്ലാ കോശങ്ങളിൽ നിന്നും, അതായത് വിവിധ ഭാഗങ്ങളിൽ നിന്നുണ്ടാകുന്ന ജമ്യൂളുകൾ എന്ന സൂക്ഷ്മ കണങ്ങൾ പിന്നീട് റീപ്രൊഡക്റ്റീവ് സെൽസിലെത്തുകയും അത് അടുത്ത ജനറേഷനിലേക്ക് കൈമാറുകയും ചെയ്യുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതുകൂടാതെ ഡാർവിൻ തന്റെ സിദ്ധാന്തത്തിന് തെളിവുകളായി സമർപ്പിച്ചിരുന്നത് തെക്കേ അമേരിക്കയിൽ നിന്നും അദ്ദേഹം കണ്ടെത്തിയ ഫോസിലുകളായിരുന്നു. ആ ഫോസിലുകളിൽ പലതിനും ഇന്നത്തെ ജീവികളുമായി സാദൃശ്യമുണ്ടെന്നതായിരുന്നു ഡാർവിന്റെ വാദം. എന്നാൽ ഈ ഫോസിലുകൾക്കും ഇന്ന് നിലനിൽക്കുന്ന ജീവികൾക്കും ഇടയിലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്ന ഫോസിലുകളെ, അതായത് ഇന്നത്തെ ജീവികളും ഡാർവിൻ കണ്ടെത്തിയ ഫോസിലുകളും തമ്മിലുള്ള പ്രധാനപ്പെട്ട കണ്ണികളിൽ ഒന്നിനെ പോലും ശാസ്ത്രത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അതുമാത്രമല്ല, വില്യം തോംസൺ എന്ന സാക്ഷാൽ ലോർഡ് കെൽവിന്റെ കണക്കുകൂട്ടലുകൾ പ്രകാരം 2 കോടി മുതൽ 4 കോടി വർഷം വരെ ആകാം ഭൂമിയുടെ പ്രായം എന്നായിരുന്നു അന്നത്തെ ധാരണ. ഈ കാലയളവിൽ ഡാർവിൻ മുന്നോട്ട് വെച്ച പരിണാമം സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് അന്ന് പലരും പറഞ്ഞത്. ശാസ്ത്ര ലോകത്തു നിന്നും ഡാർവിൻ നേരിടേണ്ടി വന്ന ചോദ്യങ്ങൾ തികച്ചും സ്വാഭാവികമായിരുന്നു. കൃത്യമായ തെളിവുകളോ കാരണങ്ങളോ കാണിക്കാതെ ഒരു തിയറിയെയും ശാസ്ത്രലോകം അംഗീകരിക്കില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ മത നേതാക്കളിൽ നിന്ന് അദ്ദേഹത്തിനും പരിണാമ സിദ്ധാന്തത്തിനും നേരിടേണ്ടി വന്ന എതിർപ്പ് പരിഹാസമായും പേഴ്സണൽ ആക്രമണങ്ങളുമായാണ് പുറത്തേക്ക് വന്നത്. അക്കാലത്തെ പത്രങ്ങൾ അദ്ദേഹത്തെ കുരങ്ങന്റെ ശരീരവും മനുഷ്യന്റെ മുഖവുമുള്ള ജീവിയായി വരെ അവതരിപ്പിച്ചു. അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ട് ഒട്ടനേകം ലേഖനങ്ങളും പ്രസംഗങ്ങളും പുറത്തു വന്നു. പാൻജൻസിസ് എന്ന ആശയം ഒഴികെ മിക്കവാറും ഡാർവിൻ അവതരിപ്പിച്ച എല്ലാ ആശയങ്ങളും പിന്നീട് വർഷങ്ങൾക്ക് ശേഷം കൃത്യമായ തെളിവുകളുടെയും പരീക്ഷണ ഫലങ്ങളുടെയും സഹായത്തോടെ ശരിയാണെന്ന് തെളിഞ്ഞിരുന്നു. ഡാർവിന്റെ അടിസ്ഥാന സിദ്ധാന്തം തെറ്റായിരുന്നില്ല. എന്നാൽ അതിനെ വിശദീകരിക്കാൻ അദ്ദേഹം ഉപയോഗിച്ച ആശയങ്ങൾ, കൂടാതെ ജനിതകശാസ്ത്രം, DNA, മ്യൂട്ടേഷനുകൾ തുടങ്ങിയവയെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ അറിവില്ലായ്മ എന്നിവയെല്ലാം കാരണം അദ്ദേഹത്തിന്റെ സിദ്ധാന്തം ഇൻകംപ്ലീറ്റ് ആയിരുന്നു. ഇവല്യൂഷൻ എന്ന ഫാക്ടിനോട് ഡാർവിന്റെ കാലത്തുണ്ടായിരുന്ന അതേ എതിർപ്പുകൾ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട്. കാലങ്ങളായി പരിശീലിച്ചു പോകുന്ന മതവിശ്വാസങ്ങൾക്കെതിരാണ് പരിണാമ സിദ്ധാന്തം എന്നതാണ് ഇതിന് പ്രധാന കാരണം. പരിണാമ സിദ്ധാന്തം തെറ്റാണെന്ന് തെളിയിക്കാൻ ഇന്നും ഇത്തരത്തിലുള്ളവർ ഡാർവിന്റെ സിദ്ധാന്തം ഉപയോഗിക്കുന്നതിന് കാരണവും അതിനുള്ള പോരായ്മകൾ തന്നെയാണ്. പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ച് തെറ്റിദ്ധാരണകൾ വരുത്തുവാൻ കുരങ്ങനിൽ നിന്നും മനുഷ്യനുണ്ടായി എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള പല ഇലസ്ട്രേഷനുകളും നമ്മൾ കാണാറുണ്ട്. എന്നാൽ പിന്നീട് ജനിതകശാസ്ത്രത്തിൽ നടന്ന വിഖ്യാതമായ ഒട്ടനവധി കണ്ടെത്തലുകൾ ഡാർവിന്റെ നിരീക്ഷണങ്ങളിലും അതിൽ നിന്നും അദ്ദേഹം കണ്ടെത്തിയ നിഗമനങ്ങളിലും കഴമ്പുണ്ടെന്ന് കണ്ടെത്താൻ സഹായിച്ചു. ഇനിയും ഇന്നത്തെ കാലത്ത് പരിണാമ സിദ്ധാന്തത്തെ തള്ളി പറയാൻ ഡാർവിന്റെ തിയറി ഉപയോഗിക്കുന്നവരോട് നിങ്ങൾക്കും തെറ്റി. പരിണാമ സിദ്ധാന്തത്തിന്റെ അവസാന വാക്ക് ഇപ്പോൾ ഡാർവിന്റെ തിയറി അല്ല. ആധുനിക ജനിതക ശാസ്ത്രത്തിന്റെ പിതാവായ ഗ്രിഗർ മെന്റലിൽ നിന്നാണ് ആ കഥ തുടങ്ങുന്നത്. ആ കഥയുമായി അടുത്ത വീഡിയോയിൽ കാണാം.